LDFിൽ നിന്നാൽ കാര്യമായി സീറ്റുകൾ കിട്ടില്ല എന്ന് ഉറപ്പിച്ച ജോസ് കെ മാണി UDFിൻ്റെ കൂടെ പോകാൻ കഴിയുമെന്ന് ചിന്തിക്കാനേ വയ്യ. കാരണം UDF 7 അയലത്ത് അടുപ്പിക്കത്തില്ല. മാണി കോൺഗ്രസിനെയും ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ച നാണക്കേടിനെയും എങ്ങനെയെല്ലാം നേരിടേണ്ടി വന്നു എന്നുള്ളത് കോൺഗ്രസിനും UDFിനും കൃത്യമായി അറിയാം. നിയമസഭയിലെ കയ്യാങ്കളി ഉൾപ്പെടെയുള്ള വിഷയം, KM മാണിയുടെ ബാർക്കോഴ വിഷയം ആരോപിച്ചുകൊണ്ടുള്ള LDF നേതാക്കൾ സംഘടിപ്പിച്ച സമര പരിപാടികളും അതിനോടനുബന്ധിച്ച് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ അതിശക്തമായി സമ്മതിക്കാതെ അദ്ദേഹത്തിനെ കൃത്യമായി ലോക്ക് ചെയ്യാൻ ഇടതുപക്ഷ നേതാക്കൾ MLAമാർ ശ്രമിച്ച നീക്കങ്ങളെ നെഞ്ചുകൊടുത്ത് ചെറുത്തത് അന്നത്തെ UDF സാമാജികരാണ്. എന്നിട്ട് രാഷ്ട്രീയ വഞ്ചന കാട്ടിയ KM മാണിയോടും ആ പാർട്ടിയോടും കോൺഗ്രസ് മര്യാദകേട് കാണിച്ചു എന്ന് പറയുമ്പോൾ അതെവിടുത്തെ ന്യായമാണ് എന്നുള്ളത് എല്ലാവരും ചോദിക്കും. KM മാണിയുടെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു നോക്കിയാൽ അദ്ദേഹം വഞ്ചനയും ചതിയും എത്രയോ കാലമായി നടത്തുന്നു എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ളതാണ് പാലായിലെ കോൺഗ്രസ്സുകാർ തുറന്നടിക്കുന്നത്. ഇതിപ്പോൾ ജോസ് കെ മാണിയുടെ രൂപത്തിലും വന്നിരിക്കുകയാണ്. LDFിന് കൃത്യമായി പണി കൊടുക്കാൻ BJPയുമായി സഖ്യം ഉണ്ടാക്കിയെടുക്കാനും ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ജോസ് കെ മാണിയോടൊപ്പം പോകില്ല, ഞങ്ങൾ UDFിൻ്റെ പക്ഷത്തേക്ക് എന്ന് കട്ടായം പറഞ്ഞ റോഷിയോടും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനോടും അതുപോലെ തന്നെ ജോബ് മൈക്കിളിനോടുമൊക്കെ നിങ്ങൾ നിങ്ങളെ പാട് നോക്കിപ്പൊയ്ക്കോ, എനിക്ക് എൻ്റെ ഭാവിയാണ് വലുത് എന്ന് പറഞ്ഞ് ജോസ് മോനിത 2 കൈയും വീശി BJP പാളയത്തിലേക്ക് ചേക്കേറുകയാണ്. കിട്ടുന്നതോ വൻ ഓഫറാണ്. 6 കൊല്ലത്തേക്ക് രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുന്നു. പാർട്ടി പോയാലെന്താ, BJP അംഗത്വവും കിട്ടുന്നു, ചുളുവിൽ രാജ്യസഭാ സീറ്റും കിട്ടുന്നു. ഒട്ടും ജനകീയനല്ലെങ്കിലും ജോസ് കെ മാണിക്ക് അറിയാം, ഇനിയുള്ള കാലം പാർലമെൻറ്റിൽ കുളിര് കൊള്ളണമെങ്കിൽ BJPയുമായി സഖ്യം ചേർന്നാലേ മതിയാവുകയുള്ളൂ. വെറുതെ ഒരു സഖ്യമല്ല BJP ആഗ്രഹിക്കുന്നത്, BJPയിലേക്ക് തൻ്റെ പാർട്ടിയെ ലയിപ്പിക്കുന്ന രീതിയാണ്. എന്നാൽ പാർട്ടിയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളിൽ 60%-ലധികം പേർ ജോസ് കെ മാണിയുടെ ഈ നീക്കത്തെ എതിർക്കുന്നത് കൊണ്ട് തന്നെ ഔദ്യോഗികമായി കേരള കോൺഗ്രസ് M ജോസഫ് ഗ്രൂപ്പിലേക്ക് കൈവരും എന്നുള്ളത് വളരെ വ്യക്തം. അങ്ങനെ വന്നാലും കേരള കോൺഗ്രസ് M എന്നിടാൻ ഇനി ജോസഫ് തയ്യാറാകില്ല. പകരം ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് എന്ന രീതിയിലായിരിക്കും ജോസഫ് അതിനെ കൈകാര്യം ചെയ്യുക. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ജോസ് കെ മാണിയോടുള്ള പ്രതികാരം തീർത്തിരിക്കുന്നു PJ ജോസഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ജോസ് മോൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല. ആകെ പെരുവഴിയിലായിരിക്കുന്ന അവസ്ഥ. മുമ്പ് പിതാവായി സമ്പാദിച്ച സമ്പാദ്യം 5-6 തലമുറയ്ക്ക് കഴിയാനുള്ളതുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ അവസാനിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് BJPയിലേക്ക് ജോസ് കെ മാണിയെ എത്തിക്കുന്നത്.